സ്വാമിയുടെ കൊല നടക്കുമ്പോൾ എൻ്റെ ക്ലയന്റ് നാരായണ പസാരി ജയിലിനകത്തായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ SIT കേസ് മുഴുവനും സ്വാമിയുടെ സാക്ഷിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോ സ്വാമിയുമില്ല, സാക്ഷിയുമില്ല. പ്രോസിക്യൂഷൻ നാരായണ പ്രസാരിയുടെ മേൽ ചുമത്തുന്ന കുറ്റം തെളിയിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞതുകൊണ്ടും പ്രസാരിയെ വീണ്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണമെന്നും ഈ കോടതി വിധി നൽകുന്നു. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് തന്നെ ചെയ്താലും അത് സിസ്റ്റത്തിന് വേണ്ടിയാണെന്ന്. സത്യം എൻ്റെ ഭാഗത്താണ്. നായക്ക് ഗാങ്ങിന്റെ ഒപ്പം ചേർന്ന് ചെയ്തതാണിത്. നീ ഒരു കാര്യം ചെയ്യ, പസാരി നായക്ക് രണ്ടുപേർക്കും ഒരു ശത്രുണ്ട്. അണ്ടർവേൾഡ് ഡോൺ കാന, നീ അവന്റെ ഒപ്പം ചേർന്നോക്ക്. മീറ്റിംഗിന് ഞാൻ അറേഞ്ച് ചെയ്യാം. ഒരു അണ്ടർവേൾഡ് ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടി മറ്റൊരു ക്രിമിനലിന്റെ സഹായം തേടണമെന്നാണോ? വെറുതെ സിനിമ ഡയലോഗ് അടിക്കാതെ ഞാൻ പറഞ്ഞ ചെയ്യ്, മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക്സ് ഫോർ ദ അഡ്വൈസ്. എന്നുവെച്ചാ ഇതിന്റെ അർത്ഥം എന്താ? അർത്ഥം എന്തായിരിക്കും? പസാരിയെ വീണ്ടും ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുത്തു, അത്ര തന്നെ. എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഫെയിലായപ്പോൾ SITയെ ക്യാൻസൽ ചെയ്തു. ഞാൻ മുംബൈ ക്രൈം ബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അച്ഛാ, ഞാൻ തുടങ്ങി വെച്ചൊരു കാര്യം അവസാനിപ്പിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അണ്ടർവേൾഡ് എന്ന് പറയുന്നത് ഇപ്പോഴില്ല. അതിന് കാരണം അതിനെ ഞാൻ മുൻപേ തന്നെ ഫിനിഷ് ചെയ്തു എന്നത് തന്നെയാണ്. ഈ മുംബൈയിൽ കാശുള്ളവൻ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ്. ഞാൻ ഉത്തരവാദിത്തം എടുത്തതിന് ശേഷം ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും തലയുയർത്തി നടക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണം ഞാനാ. ഈ സിസ്റ്റം എന്നെ പൂർണ്ണമായും വഞ്ചിച്ചിരിക്കുന്നു. അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർക്കെന്നെ വേണ്ടാതായി. പക്ഷെ സിസ്റ്റത്തിലുള്ള വിഡ്ഢികൾക്ക് ഒരു കാര്യം മാത്രം അറിയില്ല, പസാരി അവരെ പോലൊരു വിഡ്ഢിയല്ലെന്ന്. അവർക്കറിയില്ല. ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ജീവൻ പണയം വെച്ച് ജോലി ചെയ്തതിന്, എനിക്ക് കിട്ടേണ്ട പണം ഞാൻ മേടിച്ചതിന് ഇവർക്ക് മാത്രം എന്താ കുഴപ്പം? ഇപ്പോ ഈ സിറ്റി മുഴുവനും അറിയാൻ പോവാ ഈ പസാരി എതിർത്താൽ എന്താ സംഭവിക്കാന്ന്. ഇനി ഞാൻ സ്വന്തമായി ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കാം. ആ അണ്ടർവേൾഡ് ഗ്യാങ് എന്ന് കേട്ടാൽ സിറ്റി മുഴുവനും ഞെട്ടി വിറയ്ക്കണം. Good morning, sir.
ഹായ് മാസ്റ്റർ, എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു സർ. ടിങ്കു, വൺ മോർ. ഇന്ന് ഫൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് തീരും. വൺ മോർ. ഇന്ന് തീരും സർ. കമോൺ കമോൺ, അങ്ങനെ തന്നെ അറ്റാക്ക്. കമോൺ. Let's go. One, Ringu. One. Come on. ഇന്നത്തെ വാർത്ത വെറും വാർത്തയല്ല, നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന പ്രധാന വാർത്തകളാണ്. ഒരേ സമയത്ത് ഒരേപോലെ നടന്ന സീരിയൽ കില്ലിംഗ് ഈ നാടിനെ മൊത്തം ഇളക്കി മറച്ചിരിക്കുന്നു. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസ് മിസ്റ്റർ രാംദാസ്, ബോളിവുഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസറായ അനിൽ ചോപ്ര, ഇന്ത്യയിലെ നമ്പർ 1 ഇൻഡസ്ട്രിയലിസ്റ്റ് സുനിൽ സിൻഹാനിയും ഉൾപ്പെടുന്നു. ഇവരോടൊപ്പം ചേർന്ന് ഇന്റർ ഇന്ത്യ എയർലൈൻസിന്റെ സിഇഒ ആയ ഷാബുദ്ദീൻ അഹമ്മദ്, ഏഞ്ചൽ 5 സ്റ്റാർ ഹോട്ടൽ ഉടമ സേവിയറും ഉൾപ്പെടുന്നു. ഈ സീരിയൽ കില്ലിംഗ് ചെയ്യുവാനുള്ള പ്രധാന കാരണം ജനങ്ങളെ പേടിപ്പിക്കുക എന്നതാണ്. ഞാൻ മാത്രമല്ല, സർക്കാർ, ജനങ്ങൾ എല്ലാം അണ്ടർവേൾഡ് എന്നത് പൂർണ്ണമായും നശിച്ചു എന്നാണ് വിശ്വസിച്ചിരുന്നത് ഇതുവരെ. പക്ഷേ മുംബൈയുടെ മുഴുവൻ കുറ്റ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇങ്ങനെ ഒരു ചാപ്റ്റർ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഈ പുതിയ അണ്ടർവേൾഡ് കമ്പനിയുമായി കമ്പയർ ചെയ്യുമ്പോൾ പഴയ കമ്പനികൾ ചെയ്തതെല്ലാം കുട്ടിക്കളികളായിരുന്നു എന്നാ തോന്നുന്നത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിനു ശേഷം ഈ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഈ പുതിയ കമ്പനിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഉടൻ തന്നെ രൂപീകരിക്കണമെന്ന്. ഈ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഹെഡ് ആകാൻ പോകുന്നത് മിസ്റ്റർ നാരായണ പ്രസാരിയാണ്. കാരണം അണ്ടർവേൾഡിനെ നശിപ്പിക്കുന്നതിൽ ഇദ്ദേഹത്തിന് ആദ്യമേ അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ഹാൻഡിൽ ചെയ്യാനായി മുഴുവൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇദ്ദേഹമല്ലാതെ ബെറ്റർ ഓഫീസർ ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് സ്പെഷ്യൽ സ്ക്വാഡ് നിർമ്മിച്ച് അതിലെ മെമ്പേഴ്സിനെ പോലും അദ്ദേഹം തന്നെ സെലക്ട് ചെയ്യും. ഈ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്: ഈ പുതിയ കമ്പനിയെ പൂർണ്ണമായും നശിപ്പിക്കണം. ദാറ്റ്സ് ഓൾ. സാർ, ഞാൻ സ്പെഷ്യൽ സ്ക്വാഡ് ടീമിനെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. നിനത് ജോഷി, വസബ് മാലിക്, ചൈതന്യ ദേവ്, മീർ കദം, യാക്കൂബ് ദിവാൻ, ശിവാജി റാവു. ശിവാജി, നീ സംശയിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ പുതിയ കമ്പനിക്ക് പുറകിൽ പസാരിയാണെന്നുള്ള നിന്റെ സംശയം വെറും തോന്നലാണ്. നീ അയാൾക്ക് നേരെ ഫയൽ ചെയ്ത കേസ് ഫെയിൽ ആയതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പസാരി നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസറാണ്. ഞാനും ആ പുതിയ കമ്പനിയിൽ നിന്നും ഈ സിറ്റിയെ രക്ഷിക്കുന്നത് പസാരിക്ക് മാത്രമേ കഴിയൂ എന്നാണ് വിശ്വസിക്കുന്നത്. സോറി, ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ? നോട്ട് അറ്റ് ഓൾ. വരൂ സർ. ശിവാജി, ഈ പുതിയ കമ്പനിക്ക് പിന്നിൽ ആരായിരിക്കുമെന്നാണ് ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാ കൂടുതൽ അറിയാ? താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അതുമാത്രമല്ല, ഈ സ്പെഷ്യൽ സ്ക്വാഡ് ടീമിൽ നിന്നെ സെലക്ട് ചെയ്തത് എന്തിനാണെന്നറിയാമോ? It's because I trust you. I trust you more.